വാർത്തകൾ വായിക്കുന്നത് ഫാത്തിമ ജർബാർ, കൂടെയുള്ളത് കൃഷ്ണപ്രദാസ്. ഇന്നത്തെ പ്രധാന വാർത്ത ക്വസ്റ്റ്യൻ ആൻസറിങ്. അപ്പോൾ തുടങ്ങാം. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ വിശേഷം എന്താണെന്ന് വെച്ചാൽ, ഈ ബാക്ക്ഗ്രൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് എന്ത് തോന്നുന്നു? ഇവിടെ യാത്രകൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വിമാനം കാണുന്നുണ്ടോ? ഇല്ലല്ലേ, ചില യാത്രകളിൽ വിമാനം സ്റ്റെക്കാവും. അതെ, അങ്ങനെ സ്റ്റെക്കായിരിക്കുന്ന അവസ്ഥയിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. അതായത് ഇന്നലെ ഞങ്ങൾ 9:40 ഇവിടുന്ന് നാട്ടിലേക്ക് പോകേണ്ട ആൾക്കാരാണ്. അതെ, നമ്മൾ കുവൈറ്റിലൊരു പരിപാടിക്ക് പോയ കാര്യം നിങ്ങൾക്ക് അറിയായിരിക്കുമല്ലോ. കുവൈറ്റിൽ പരിപാടിക്ക് പോയി തിരിച്ച് ഞങ്ങൾ നാട്ടിലെത്തുന്ന ടൈമായി ഇന്നിപ്പോൾ. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങളിപ്പം നിലവിലിരിക്കുന്നത് ഷാർജ എയർപോർട്ടിൻ്റെ ഉള്ളിലാണ്. നമുക്കിവിടെ ഒരു സിറ്റിംഗ് സ്പേസും കാര്യങ്ങളൊക്കെ അവർ തന്നു. ആഷിക്കയും കെ പിയും മാത്രമേ ഉള്ളൂ. ബാക്കി ബെഞ്ചി ഡയറക്റ്റ് ഫ്ലൈറ്റിന് ബാംഗ്ലൂർക്ക് പോയി. ഹനാനും ഷാനുവും ബാക്കിയുള്ളവരൊക്കെ ഈച്ചുമൊക്കെ ഇവിടെ ഇറങ്ങി. അവർക്ക് ഇന്നലെ ഷാർജയിലായിരുന്നു പരിപാടി. അപ്പോൾ അവരിവിടെ ഇറങ്ങി, അവർ പോയി. അപ്പോൾ ഞങ്ങൾ ഇതിൻ്റെ അകത്തായി പോയി. അപ്പോൾ എയർപോർട്ടിൽ ഇനി ഒരു ഫ്യൂ ഹവേഴ്സും കൂടി ഇരിക്കണം. ഇന്ന് രാത്രിയാണ് നമ്മളെ ഫ്ലൈറ്റ്. അപ്പോൾ അതിനുള്ളിൽ കുറച്ച് സമയം എന്തായാലും വെറുതെ ഇരിക്കുകയാണ്. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തെങ്കിലും ചെയ്യാം പ്രൊഡക്റ്റീവായിട്ട്, എന്തായാലും വേറെ പണിയൊന്നുമില്ല. അതെ, നമ്മുടെ സമയത്തിന് വിലയില്ല. എന്ത് ചെയ്യാൻ, എയർലൈൻസിന് അവരവരുടേത് തിന്നാൽ അവർക്ക് ഒരു സോറി ഫീൽ പോലും ഇല്ല. സോറി മാം, വി കനോട്ട് ഡു എനിത്തിങ് അബൌട്ട് ഇറ്റ്, വി കൻ ഗിവ് യു റൂംസ്. റീഫണ്ടും തരൂല, നമുക്കൊന്നും ചെയ്യാനാവില്ല. കൂപ്പണായിട്ടേ കിട്ടുള്ളൂ. നമുക്ക് കൂപ്പൺ ഇട്ടിട്ട് എന്ത് ചെയ്യാനാ. അപ്പോൾ എന്തായാലും ഇന്നലെ അതേ സമയത്തെ ഫ്ലൈറ്റിന് ഇന്ന് അതേ ടൈമിലേ ഉള്ളൂ വേറെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ഇവിടെ തന്നെ ഇരിക്കും. പക്ഷേ ഷാനു പറഞ്ഞു കുഴപ്പമില്ല, ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അവിടെ ഇരിക്കും, ഫുഡും ഒക്കെ തരും അവർ, ഫുഡ് കൂപ്പൺസും കാര്യങ്ങളും. ഞങ്ങൾക്ക് ഡിന്നർ കൂടി കഴിക്കാനുള്ളൂ, ബാക്കി ഞങ്ങൾ കഴിച്ചിട്ടുണ്ട്. അതെ, മഞ്ഞ ഒരു നീല, അതായത് നമ്മൾ യൂത്ത് ഫെസ്റ്റിൽ കിട്ടൂലേ, നമ്മൾ സദ്യ കഴിക്കാൻ ഒരു കൂപ്പൺ. അപ്പോൾ വായി വെക്കാൻ കൊള്ളാത്ത ഭക്ഷണമായിരുന്നു. പിന്നെ തങ്കപ്പെട്ട എൻ്റെ ഭർത്താവിൻ്റെ ക്രെഡിറ്റ് കാർഡ് എൻ്റെ കയ്യിലുള്ളതിനാൽ ഞങ്ങളതൊക്കെ വെച്ച് ഭക്ഷണം കഴിച്ചു. ഇനിയിപ്പോൾ ഡിന്നറിനും അജുവിൻ്റെ കാരുണ്യം തേടണം. ഇവിടെ നമുക്ക് വേറെ ചെയ്യാൻ പറ്റില്ലല്ലോ, നമ്മുടെ ഇന്ത്യൻ റുപ്പീട്ട് എടുക്കൂല. അപ്പോൾ ഇൻ്റർനാഷണൽ കാർഡ് തന്നെ വേണം. അപ്പോൾ നമ്മൾ ഇവർ തരുന്ന ഫുഡ് വായി വെക്കാൻ കൊള്ളൂല കേട്ടോ. ഇവർ നമ്മളെന്തോ അഭയാർത്ഥി ക്യാമ്പിൽ ഇട്ടിക്കണ പോലെയാണ് ഇവിടെ ഇട്ടിക്കണത്. അവർ ഒരു ഹോട്ടലിലാണ് അവർ ഫുഡിനുള്ളത് ഏൽപ്പിച്ചിരിക്കുന്നത്. പക്ഷേ ആ ഹോട്ടലിൽ ഒരു സൈഡിൽ ഇതേപോലെ അഭയാർത്ഥികൾ കഴിക്കണ ഫുഡ്, മറ്റേ സൈഡിൽ അങ്ങനെ. ഇപ്പം എയർലൈൻസിൻ്റെ കമ്പനീൻ്റെ പോളിസിയാണത്, നമുക്ക് അതിലൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ആവാദി ബിരിയാണി അവരാദി ബിരിയാണി ഒന്നും നമ്മൾ കഴിച്ചില്ല. നമ്മൾ അതൊക്കെ കഴിച്ചപ്പോൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ബോറടിച്ചിരുന്നപ്പോൾ എന്ത് ചെയ്തു, ഒരു Q&A സെഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. നമ്മൾ കുറേ നാളായി Q&A ഒക്കെ ചെയ്തിട്ട്. അതെ, അപ്പോൾ നമുക്ക് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസിനൊക്കെ സമാധാനത്തിലിരുന്ന് നമുക്ക് ആൻസർ ചെയ്യാം. ഇപ്പം സ്റ്റോറി ഇട്ടിട്ട് കുറച്ച് മണിക്കൂറായിട്ടുള്ള, അധികം ക്വസ്റ്റ്യൻസ് വരാൻ ടൈം ആയില്ല. പക്ഷേ ഇനിയിപ്പോൾ നമുക്ക് വീഡിയോ എടുത്ത് നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ 8 മണിക്ക് ചെക്കിനാണ്. അപ്പം റിസ്ക് എടുക്കണ്ടല്ലോ. അപ്പം നമുക്കിന്ന് Q&A സെഷനിലേക്ക് പോകാം. കുവൈറ്റ് പ്രോഗ്രാം, ഓക്കെ പറയൂ. കുവൈത്ത് പ്രോഗ്രാം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം നല്ലൊരു പ്രോഗ്രാമായിരുന്നു. എന്താ പറയുക, ഭയങ്കര ഹാപ്പി ആയിരുന്നു. ആരോ പറഞ്ഞിട്ടുണ്ട് അത്ര ഇവിടെ ഓഫ് ബീറ്റാണ്. പക്ഷേ ഓഫ് ബീറ്റ് ചെയ്യുന്നില്ല, ഓൺ ബീറ്റ് ചെയ്യുന്നു. ഫുൾ ഓൺ ആയിരുന്നു എല്ലാവരും. അതായത് ചെറിയ കുട്ടികൾ മുതൽ വയസ്സായ ആൾക്കാർ വരെ എൻജോയ് ചെയ്ത പ്രോഗ്രാമായിരുന്നു കുവൈത്തെ പ്രോഗ്രാം. നമുക്ക് സീറോ എക്സ്പെക്ടേഷൻ ആയിരുന്നു കേട്ടോ. ഇവിടെ വരുമ്പോൾ ദുബായിൽ നമ്മൾ ഒന്നും കൂടെ എക്സ്പെക്ട് ചെയ്യും, പക്ഷേ കുവൈറ്റിൽ നമുക്ക് അത്ര എക്സ്പെക്ടേഷൻ ഇല്ലായിരുന്നു. പക്ഷേ സ്ട്രിക്റ്റ് കൂടുതൽ, അവിടെ പ്രശ്നങ്ങൾ കൂടുതൽ. അപ്പം നമുക്ക് നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. കാരണം ഇപ്പോൾ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് കണ്ടുവരുന്നൊരു ഇത്, ആൾ കൂടുന്നു, തിരക്ക് കൂടുന്നു, സൗണ്ടിൻ്റെ പ്രശ്നം. അപ്പം നമുക്ക് അതിൽ ടെൻഷൻ ഉണ്ട്, നമ്മളെ തെറ്റല്ലെങ്കിൽ പോലും. അപ്പോൾ അതിൽ പക്ഷെ എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. സൗണ്ടും ഒക്കെ അടിപൊളി സൗണ്ടായിരുന്നു. അവരുടെ ഓർഗനൈസേഷൻ കമ്മിറ്റി ഒക്കെ അടിപൊളിയായിരുന്നു. അതെ, അതുകൊണ്ട് സന്തോഷം. അപ്പോൾ നമ്മളിതൊരു GCC ചെയ്തതിൽ വെച്ച് നമ്മൾക്ക് തൃപ്തിയോടെ ചെയ്തൊരു പരിപാടിയായിരുന്നു കുവൈറ്റ് പരിപാടി. അപ്പോൾ അതാണ്, അടിപൊളിയായിരുന്നു. ഞാൻ വീഡിയോ സ്റ്റോറി മെൻഷൻ ചെയ്തിട്ടുണ്ടെന്ന് റീമെൻഷൻ ചെയ്യൂ, കണ്ടില്ല കേട്ടോ, നോക്കാം. അതായത് പ്രശ്നം എന്താ പറയുക, അപ്പോൾ ഈ റീമെൻഷൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ കുറേ മെൻഷൻസ് നമുക്ക് വരുന്നില്ല. എന്തുകൊണ്ടാണ് അറിയില്ല, ബഗ്ഗാണ് തോന്നുന്നുണ്ട്. അതാണ്, അതായത് ഫാത്തിമയ്ക്കൊന്നും മെൻഷനേ വന്നിട്ടില്ല. ഞാൻ വിചാരിക്കണം ഇതിപ്പോ കൊള്ളായിട്ടാണോ അതൊന്നും വരാത്താണോ. നമ്മള് ചെറിയൊരു പ്രോഗ്രാം നടത്തിയാൽ വരെ കുറെ മെൻഷൻസ് വരലുണ്ട്. അപ്പൊ എനിക്ക് കുറച്ചൊക്കെ വന്നു, ഫാത്തിമയ്ക്ക് തീരെ വന്നിട്ടില്ല. എന്താ ഞാൻ ഇവന്റെ ഫോണിൽ നിന്ന് കുറെ കാണുന്നുണ്ട്. അപ്പൊ ഇവൻ എനിക്കത് ഷെയർ ചെയ്ത് തരുമോ ചെയ്യുന്നത്, അല്ലാണ്ട് എനിക്ക് കാണാൻ പറ്റില്ല മെസ്സേജ്. എത്ര റിഫ്രഷ് ചെയ്തിട്ടും മനഃപൂർവ്വം
കാണാതിരിക്കണതല്ല. അതാണ് പ്രത്യേകിച്ച് ഇന്നലത്തെ പരിപാടിൻ്റെ എനിക്ക് ആകെ 2-3-4 അത്രയൊക്കെ വന്നിട്ടുള്ളൂ. എനിക്ക് അറിയില്ല എന്തുകൊണ്ടാണെന്ന്, എനിക്ക് കാണാത്തതാണോ ഇനി വരാത്തതാണോ എന്നറിയില്ല, ചിലപ്പോൾ വരാത്തതും ആകാം. ഹായ്, ഞാൻ നിങ്ങളെ ബിഗ് ഫാനാണ്. സോ എനിക്കൊന്ന് നിങ്ങളെ കാണാൻ പറ്റുമോ? ഫിയോണ ലിൻ. നമുക്ക് ഇൻഷാല്ലാ എവിടെയെങ്കിലും കാണാം ഉറപ്പായിട്ടും. എവിടെ? ഗ്ലോബൽ വില്ലേജ് വ്ളോഗ്. ഗ്ലോബൽ വില്ലേജ് വ്ളോഗ് ഞാൻ എഡിറ്റ് ചെയ്യുന്നുണ്ട് ഉടൻ തന്നെ. ഞാൻ അജുവിൻ്റെ ഒപ്പം ഗ്ലോബൽ വില്ലേജിൽ പോയല്ലോ. അപ്പോൾ നിങ്ങളെ ടീമിനെ കുറിച്ച് പറഞ്ഞോളൂ. ടീമിനെ കുറിച്ച് ഇനി പറഞ്ഞാൽ ചിലപ്പോൾ റിപ്പീറ്റേഷൻ ആവും. കാരണം ഞങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻ ആൻസറിലും പറയുന്നുണ്ട്, എല്ലാ വ്ളോഗിലും പറയുന്നുണ്ട് ടീമിനെ പറ്റിയിട്ട്. ടീം അടിപൊളിയാണ്, എപ്പോഴും ഇതുപോലെ നിൽക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. അത്രേ ഉള്ളൂ. സന്തോഷം. കണ്ണൂർ ഏറ്റവും ഇഷ്ടം എന്താണ് ഫാത്തിമത്ത? അജു. നോ, ഫുഡ്. കണ്ണൂർ ഏറ്റവും ഇഷ്ടം ഫുഡ് തന്നെയാണ്. പക്ഷേ പ്രശ്നം എന്ന് വെച്ചാൽ വയറ് വാടകയ്ക്ക് എടുത്ത് പോകേണ്ടി വരും, കഴിച്ചു തീർക്കാനൊന്നും ആവില്ല. അവിടെ പോയാൽ ഫുഡിനൊരു കുറവുണ്ടാവില്ല, വെച്ച് ഇങ്ങനെ തരും കഴിക്കുക. കഴിച്ചില്ല പ്രശ്നം. കുവൈറ്റ് ഇഷ്ടപ്പെട്ടോ? കുവൈറ്റ് ഇഷ്ടപ്പെട്ടോന്ന് ചോദിച്ചാൽ നമ്മളൊരു കാര്യത്തിനാണല്ലോ വന്നത്, അത് നന്നായിട്ട് നടന്നുകൊണ്ട് നമുക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു. ചിലപ്പോൾ ജോലിക്ക് പോവുകയാണെങ്കിൽ നമുക്ക് എത്രത്തോളം അത് എക്സ്പെക്ട് ചെയ്യാൻ അറിയില്ല. കാരണം നമ്മൾ ഒരു സ്ഥലത്ത് കൂടുതൽ നിൽക്കുമ്പോഴാണ് നമുക്ക് അവിടുത്തെ പ്രശ്നങ്ങളും ഇതും കാര്യങ്ങളൊക്കെ മനസ്സിലാവുക. അപ്പോൾ ഇപ്പോൾ ഞങ്ങൾ പോയിടത്തോളം ഞങ്ങൾക്ക് ഇഷ്ടമായി. പിന്നെ നമ്മൾ അധികം അങ്ങനെ പുറത്ത് കാണാനും അങ്ങനെ ടൈം കിട്ടിയിട്ടില്ല. നമ്മൾ അവന്യൂ മാളിൽ മാത്രമേ പോയിട്ടുള്ളൂ. +1 കോമേഴ്സ് എടുത്താൽ പൈലറ്റ് ആവാൻ പറ്റുമോ? എനിക്ക് കോമേഴ്സും പൈലറ്റുമായിട്ട് യാതൊരു ബന്ധവുമില്ല. ഞാൻ സയൻസ് പഠിച്ച ആളാണ്. അതെ, എനിക്ക് അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ല. വാട്ട് ഡു യു തിങ്ക് അബൌട്ട് KP? ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ യു ആൻഡ് KP ഈസ് ഗുഡ്. KP എൻ്റെ വളരെ ക്ലോസ് ഫ്രണ്ടാണ് സുഹൃത്തുക്കളെ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ആൾക്കാർ തന്നെയാണോ എനിക്കറിയില്ല. ഇൻസ്റ്റഗ്രാമിലൊക്കെ കുറേ ആൾക്കാർ ഇങ്ങനെ മെസ്സേജ് അയക്കുക, എന്താണ് യു ആൻഡ് KP ബോണ്ട്. ഓക്കെ, നമുക്ക് നല്ല ബോണ്ടാണ്, നമുക്കതിൽ വളരെ സന്തോഷമാണ്. ഒരു പാട്ട് ഞങ്ങൾ ഡുവേറ്റ് ചെയ്യുമ്പോൾ അതെ. പക്ഷേ ആൾക്കാർ വന്നിട്ട് ഇങ്ങനെ പറയാം, നിങ്ങൾക്ക് കല്യാണം കഴിച്ചൂടെ, ആനാണ് ഞാൻ. ഗൈസ്, ഞാൻ ഓൾറെഡി മാരീഡ് ആണ്. ഐ എം എ മാരീഡ് വുമൺ. KPക്ക് എന്നെക്കാളും പ്രായമുണ്ടെങ്കിലും KP മാരീഡ് അല്ല. അപ്പോൾ പ്രായം തോന്നിക്കില്ല. അതെ, KPൻ്റെ പ്രായം KP ഇതിൽ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഇല്ല. അല്ല, KPക്ക് അങ്ങനെ വലിയ പ്രായമൊന്നുമില്ല, എന്നെക്കാൾ ഒരു 2 വയസ്സ് മൂത്തതാണെന്നേ ഉള്ളൂ. പക്ഷേ KPനെ കണ്ടു കഴിഞ്ഞാൽ അത്രയും പ്രായം തോന്നിക്കില്ല. ഇപ്പോൾ ഹനാൻ 25 ആണ്. പക്ഷെ നമ്മൾ വിചാരിക്കില്ലല്ലോ, കണ്ടു കഴിഞ്ഞാൽ 25 നല്ല ഹൈറ്റും ഉണ്ടോണ്ട് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇനി നമ്മളെ ടീമിലെ അടുത്ത വരാൻ പോകുന്ന കല്യാണം എന്റേതല്ല. ആരുടാന്നറിയില്ല. KP ഇപ്പം ആക്റ്റീവ്ലി KP ഇതിലൂടെ നമ്മൾ വെളിപ്പെടുത്താൻ പോവാണ്. എക്സ്ക്ലൂസീവ് ന്യൂസ്. KP കമ്മിറ്റഡ് ആണോ? അല്ല. ഉറച്ച് ദൃഢനിഷ്ഠയത്തോടു കൂടി പറയും. അല്ല. നിങ്ങൾക്കാർക്കെങ്കിലും അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കണ്ണു താഴും. അല്ല. KP കമ്മിറ്റഡ് ആണെന്ന് നിങ്ങൾക്ക് തെറ്റിദ്ധാരണ ഉണ്ടെങ്കിൽ KP കമ്മിറ്റഡ് അല്ല. മാറ്റുക തെറ്റിദ്ധാരണ. KPയുടെ വീട്ടിൽ നിന്ന് KPയുടെ അമ്മ എപ്പം ഞാനവിടെ ചെന്നാലും, ഞാൻ ഇടയ്ക്ക് പോണതാണ് കേട്ടോ. അപ്പോൾ KPൻ്റെ അമ്മ എന്നെ കണ്ടു കഴിഞ്ഞാൽ, മോളെ പെട്ടെന്ന് നോക്കണം, ഒന്നും റെഡി ആവണില്ല, ശരിയാവണില്ല. അമ്മയ്ക്ക് അങ്ങ് ടെൻഷനാവും. ഒബ്വിയസ്ലി എല്ലാ അമ്മമാർക്കും ടെൻഷൻ ഉണ്ടാവും. ഷോർക്കെല്ലാം ടെൻഷൻ ഉണ്ടാവും. അപ്പോൾ ഇവനൊന്ന് വേഗം കെട്ടിച്ചിട്ട് വേണം KPൻ്റെ അമ്മയ്ക്ക് ഒന്ന് സമാധാനത്തോടു കൂടി ഇരിക്കാൻ. അപ്പം അവരെ എല്ലാ സൈഡിൽ നിന്നും ആക്റ്റീവ്ലി ലുക്കിംഗ് ആണ്. പക്ഷേ KPയുടെ മനസ്സിനൊത്ത ഒരാളെ കിട്ടുന്നില്ല. കിട്ടിയാൽ മാത്രമേ KP യെസ് പറയുള്ളൂ. അപ്പോൾ മനസ്സിലൊത്ത ഒരാൾ വരട്ടെ. ആ പ്രിയതമ ആയാലും നമ്മൾ സ്വീകരിക്കും. ഇല്ല, ഷാർജയിലെ പരിപാടി ചെറിയ പരിപാടിയായിരുന്നു. അപ്പോൾ നമ്മൾ ടീം ഇവൻ്റ് അല്ലായിരുന്നു. അതിന് ഹനാനും ഈച്ചും മാത്രമേ ഉണ്ടായുള്ളൂ. അപ്പോൾ അവർ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയി. ഞങ്ങൾ തൊട്ടടുത്തുണ്ട് പോലെ, പക്ഷേ കാണാൻ പറ്റില്ല, ഇറങ്ങാൻ പറ്റില്ല. അതാണ്. നിങ്ങൾ ഫുൾ ടീം ഇനി ബാംഗ്ലൂരിലേക്ക് വരുന്നുണ്ടോ ഫോർ പ്രോഗ്രാം? ആസ് ഓഫ് നൗ ബാംഗ്ലൂർ പരിപാടികളൊന്നും ബുക്ക് ആയിട്ടില്ല. വരട്ടെ, ബാംഗ്ലൂർ വന്നിട്ടില്ലല്ലോ. ഞാൻ വന്നിട്ടുണ്ടല്ലോ. മറ്റേ BGS കോളേജ് നമ്മളൊരു 12 മണി വരെ ഒരു ദിവസം വരുന്നില്ലേ? അത് ആ സമയത്ത് ഞാൻ എവിടെയായിരുന്നു? ഈ പോയില്ലേ കേട്ടോ, ഞാൻ ദുബായിലെത്തായിരുന്നു അല്ലേ. ഇനി എവിടെയാണ് പ്രോഗ്രാം? അടുത്ത പ്രോഗ്രാം ഇനിയിപ്പോൾ നമുക്ക് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്, അത് ഷാന് പറഞ്ഞിട്ടുള്ളത് ഇവിടെയാണ്, കോട്ടയം. എന്താണ് കോട്ടയം? ചങ്ങനാശ്ശേരി.
ചങ്ങനാശ്ശേരി. അത് അത്യാവശ്യം ഒരു വലിയ കോൺസെർട്ടാണ്, പബ്ലിക് ഫെസ്റ്റ് ആണ്. അത് അഞ്ജു ജോസഫ് ചേച്ചി പുള്ളിക്കാരീനെ ഫീച്ചർ ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഹനാൻ്റെ ടീമും പുള്ളിക്കാരിൻ്റെ ടീമുമാണ്. അപ്പം വലിയ ഷോ ആയിരിക്കും. കോട്ടയത്തുള്ളവരൊക്കെ പറ്റുന്നവരൊക്കെ വരിക എന്തായാലും. താത്തയുടെ ഫേവറേറ്റ് സോങ് ഏതാ? നമ്മളൊരു സിംഗറിനോട് ഒരിക്കലും ഫേവറേറ്റ് സോങ് ചോദിക്കരുത്, ഫേവറേറ്റ് സിംഗറും ചോദിക്കരുത്. എനിക്ക് അങ്ങനെ സിംഗേഴ്സ് ഒരുപാട് പേരുണ്ട്. ഞാൻ കൂടുതലും ശ്രേയ ഘോഷാൽ എൻ്റെ സോങ്സാണ് പാടുന്നത്. ഞാൻ ശ്രദ്ധിച്ച് നോക്കിയാൽ മനസ്സിലായി എൻ്റെ സോങ് സെലക്ഷൻസ് ഫുള്ള് അങ്ങനത്തെ ആൾ പാടുന്ന പാട്ടുകളാണ്. പക്ഷേ എന്ന് വെച്ചാൽ എനിക്ക് ബാക്കി സിംഗേഴ്സിനെ ഇഷ്ടമല്ല എന്നല്ല, ഇഷ്ടമാണ്. പക്ഷെ ഞാൻ കൂടുതലും എൻ്റെ ഒരു വോക്കൽ ടോൺ അതുപോലത്തെ ഒരു അതുപോലെ നല്ല ടൊയ്യോ ആ ഒരു ഞാനത് നോക്കി കേട്ട് അങ്ങനെ പഠിക്കണതാണ് ആക്ച്വലി. ശരിക്കും പറഞ്ഞാൽ നമ്മൾ സ്വന്തം സ്റ്റൈൽ കണ്ടുപിടിക്കണം എന്നാണ് പറയുക. പക്ഷെ എന്തുകൊണ്ട് എനിക്ക് ഭയങ്കര ഇൻസ്പയർഡ് ആയിപ്പോയി. ഞാനിങ്ങനെ കേട്ട് അതേ സ്റ്റൈൽ കൊണ്ടുവരാൻ ശ്രമിക്കും. അത് ഒരു മിസ്റ്റേക്ക് ആണോ അല്ലയോ എന്നുള്ളത് എനിക്കറിയില്ല. പക്ഷേ എന്തായാലും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതിൽ സന്തോഷം. ഹനാനും കൂടെ ഉള്ളവരും ഇവിടെ ഓൾറെഡി പറഞ്ഞു. വാട്ട്സ് ദാറ്റ് വൺ സോങ് യു കൻ സിംഗ് പെർഫെക്റ്റ്ലി ഓൺ ദ ഫസ്റ്റ് ടേക്ക്? എന്താ What's that one song you can sing perfectly on the first take? Any songs. അതായത് ഇപ്പോൾ നമ്മൾ ചിലപ്പോൾ സ്റ്റേജിലൊക്കെ പാടുമ്പോൾ നമ്മൾ എങ്ങനെയാലും വൺ ടേക്കിൽ പാടും. നമ്മൾ ഈ കൂടുതൽ റീലൊക്കെ ഇടുമ്പോഴാണ് ചിലപ്പോൾ എന്തെങ്കിലും നമ്മളെ പ്രശ്നം ഉണ്ടാവില്ല. നീ ഒരു വൺ ടേക്കിൽ പെർഫെക്റ്റ് ആക്കാൻ പറ്റിയ പാട്ട് പെട്ടെന്ന് ചോദിച്ചാൽ ഏത് പാടും? ഉന്നെ കാണാതെ നാനിன்று നാനില്ലയേ விதையில்லாமல் வேறில்லையே நிஜம் காண்கின்றவாள் கூட நிஜமல்ல இதம் சேர்க்கும் கனா கூட சுகமல்ல நீ இல்லாமல் நானில்லையே. ഈ ഫാത്തിമ ഇതുകൊണ്ടാണ് ഹാനാൻ പറയുന്നത് KP ഒരു അസാധാരണ പാട്ടുകാരനാണെന്ന്. KP ഏത് പാട്ടും പുഷ്പം പോലെ ഏത് സമയം. ഞാൻ ഏലിയനാണ്. അബൌട്ട് യുവർ ഫാമിലി, വെർ ഇസ് യുവർ പ്ലേസ്? എൻ്റെ ഫാമിലി, എൻ്റെ സ്ഥലം ആക്ച്വലി ഞാൻ ജനിച്ചതും വളർന്നതും ഒക്കെ കൊല്ലത്താണ്. കോഴിക്കോട് കൊല്ലമല്ല, ശരിക്കും കൊല്ലം. അപ്പോൾ പിന്നീട് ഞാൻ കല്യാണം കഴിച്ചത് കണ്ണൂരിൽ നിന്നാണ്, അജു കണ്ണൂരിൽ നിന്നാണ്. എൻ്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ എൻ്റെ ഉമ്മയുണ്ട്, വാപ്പയുണ്ട്, എനിക്കൊരു ബ്രദറുണ്ട്, ബ്രദറിൻ്റെ വൈഫും ഉണ്ട്. പിന്നെന്താ പറയുക, അബൌട്ട് യുവർ ഫാമിലി അതൊക്കെ തന്നെ. എൻ്റെ ഉമ്മയും വാപ്പയും റിട്ടയർഡ് ആണ്, രണ്ടുപേരും ഗവൺമെൻറ് ഓഫീസേഴ്സായിരുന്നു, രണ്ടുപേരും റിട്ടയർഡായി, ഇപ്പോൾ വീട്ടിലുണ്ട്. പിന്നെ ബ്രദറ് ഇപ്പോൾ എൻജിനീയറാണ്, ഇപ്പോൾ സർവീസിൽ കയറി. അതൊരു വലിയ സന്തോഷമുള്ളൊരു കാര്യമാണ്. കാരണം എൻ്റെ ഉമ്മയും വാപ്പയും ഗവൺമെൻറ് സർവീസിൽ ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് ജോലി വേണം എന്ന് പണ്ട് തൊട്ടേ ഉള്ള അവരുടെ ഒരു ആഗ്രഹമായിരുന്നു. ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങ് ഡൈഹാർഡ് ആഗ്രഹമായിരുന്നു രണ്ട് മക്കളും പബ്ലിക് സർവീസിൽ കയറണമെന്ന്. പക്ഷേ എനിക്ക് ആ ഒരു ഫീൽഡിലേക്ക് യാതൊരുവിധ താല്പര്യവുമില്ല. ഞാൻ അതുകൊണ്ട് തന്നെ ആർക്കിടെക്ചർ എടുത്തതും ഞാൻ എനിക്ക് വേറെ തന്നെ ഒരു ഇതാണ്, എനിക്ക് പുറത്തൊക്കെ പോകാനൊക്കെ ആയിരുന്നു ആഗ്രഹം. പക്ഷേ എൻ്റെ ബ്രദറ് ഈ പറയണ പോലെ അവന് ആ ഒരു ഇതിന് വേണ്ടി കുറേ വർഷമായിട്ട് ശ്രമിച്ച് ലാസ്റ്റ് എന്തായാലും ഇപ്പോൾ കുറച്ചാളായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അത് പക്ഷേ ഇവിടെയായിരുന്നു, മറ്റെന്താണ് വാട്ട് ഇസ് ഇറ്റ്, ലൈഫ് മിഷൻ ഇടുക്കിയിലായിരുന്നു. അപ്പോൾ ഇപ്പോൾ എന്തായാലും വേറെ ഒരു പോസ്റ്റിംഗ് ആയിട്ടുണ്ട്. എന്താ എക്സാക്ട്ലി എന്നറിയില്ല, എനിക്ക് ഫോൺ വിളിച്ച് ചോദിക്കണം. ഇപ്പോൾ 2 ദിവസമായിട്ടുള്ളൂ അറിഞ്ഞിട്ട്, ഞാൻ പുറത്തായിരുന്നു. അപ്പോൾ ഇന്നലെയാണ് എൻ്റെ ജോയിനിങ് ഡേറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത്. അപ്പം അങ്ങനെ ഒരു ചെറിയ സന്തോഷമുണ്ട് വീട്ടിൽ. പിന്നെ എൻ്റെ സിസ്റ്റർ ഇൻ ലോ ആളും വർക്ക് ചെയ്യുവാണ്, ആളും സിവിൽ എഞ്ചിനീയറാണ്. ഇപ്പോൾ ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്യുന്നു, എറണാകുളം. അപ്പോൾ അതൊക്കെയാണ് എൻ്റെ ഒരു ചെറിയ ഫാമിലി. പിന്നെ അജുവിൻ്റെ വീട്ടിൽ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അജുവിൻ്റെ ബ്രദറുണ്ട്, ആൾ സൗദിയിലാണ്. അജുവിൻ്റെ ബ്രദറിൻ്റെ വൈഫുണ്ട്, ഓളിപ്പോൾ സൗദിയിലാണ്. ചെറിയ മോനെ ഓൾറെഡി എൻ്റെ വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, അത് ഏട്ടൻ്റെ കുട്ടിയാണ്. പിന്നെ അജുവിനൊരു അനിയത്തിയുണ്ട്, പൊന്നു. ഓളിപ്പം ഓളിപ്പം +1 കഴിഞ്ഞു, ഇനി +2ലേക്ക്. സോ ഉമ്മയുണ്ട്, ഉപ്പയുണ്ട്, അത്രയൊക്കെ തന്നെയാണ് നമ്മുടെ ചെറിയ ഫാമിലി. പിന്നെ KPൻ്റെ ഫാമിലിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. KPൻ്റെ അച്ഛനെ അമ്മേനെയൊക്കെ എപ്പോഴും നിങ്ങൾ വ്ളോഗിൽ കാണുന്നതാണ്. ഞാൻ അധികം വീട്ടിൽ പോയി ആ വ്ളോഗ് എടുക്കാറില്ല. അതുകൊണ്ട് ഏജ് ബോത്ത് ഓഫ് ദം പ്ലീസ് പറഞ്ഞോ. എനിക്ക് 26. എനിക്ക് 29. ഫാത്തിമത്തിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് നിങ്ങൾ രണ്ടാളും മാത്രം അവിടെ പോസ്റ്റ് അടിച്ചിരിക്കുന്നു. സത്യം. ഞാനും ആഷിക്കും ഫാത്തിമയും പോസ്റ്റാ. നാട്ടിൽ വരുമ്പോൾ വീട്ടുകാരൊപ്പമുള്ള വ്ളോഗ് കാണിക്കുമോ? ആക്ച്വലി ഞാൻ എൻ്റെ വാപ്പിക്ക് ആള് സെയിൽ ടാക്സിലായിരുന്നു കേട്ടോ, കമ്മീഷണറായിരുന്നു, അസിസ്റ്റൻറ്റ് കമ്മീഷണറായിരുന്നു, റിട്ടയർഡായി. വാപ്പി ഓഫീസിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ജഗ് ഗില്ലാടിയായിരുന്നു. ഇപ്പം വീട്ടിൽ ഇപ്പോൾ ചെടികളൊക്കെ നോക്കിയിട്ട് ഇരിക്കുകയാണ്.
അപ്പോൾ എൻ്റെ വീട്ടിലെ അതായത് കുറേ ഫ്രൂട്ട്സും അതും ഇതൊക്കെ ഉണ്ട് കേട്ടോ. നമുക്കറിയാത്ത കുറേ ഫ്രൂട്ട്സുകളൊക്കെ ആളവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ആൾക്ക് ഞങ്ങളെക്കാളും ജീവൻ ചെടികളോടാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആളെ വെച്ച് തന്നെ എടുക്കണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ അത് എടുക്കാൻ വിചാരിച്ച സമയം തൊട്ട് ആൾ ഒന്ന് കിടപ്പിലായിപ്പോയി. ചെറിയൊരു സർജറി ഒക്കെ ആയിട്ട് ഇപ്പോൾ ഇങ്ങനെ കിടക്കുകയാണ്. അപ്പം അതൊക്കെ ഒന്ന് വേഗം റിക്കവർ ആവാൻ നിങ്ങളും പ്രാർത്ഥിക്കുക. അതൊന്ന് വേഗം ആകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കുന്നു. അതൊക്കെ ഒന്ന് റെഡിയായിട്ട് ഉഷാറായിട്ട് വാപ്പിയായിട്ടൊന്ന് ഗാർഡൻ വ്ളോഗൊക്കെ എടുക്കണം എന്ന് ആഗ്രഹമുണ്ട്. ഇൻഷാ അല്ലാ. അജുഖാനെ കാണാൻ പോകുന്നില്ലേ? പോയിട്ട് ഞാൻ കഴിഞ്ഞ ആഴ്ച അജുവിനടുത്തായിരുന്നു. അജുവിനെ കാണാൻ വേണ്ടി ഫാത്തിമ കാല് തല്ലിയൊടിച്ചു അജുവിനെ. പിന്നെ പോയി ചുമ്മാ ഒരു കുഴപ്പമില്ല, കാലിന് കുഴപ്പമൊന്നുമില്ല. പ്രശ്നം ഉണ്ടായിരുന്നു, 2 days പ്രശ്നം ഉണ്ടായിരുന്നു, ചെറിയ വേദനയൊക്കെ ഉണ്ടായിരുന്നു. പെട്ടെന്നാണ് നടക്കാൻ പറ്റാണ്ടൊക്കെയത്. പക്ഷേ അത് 2 ദിവസം കഴിഞ്ഞപ്പോൾ റെഡിയായി. ഞാൻ അതുകൊണ്ടൊരു 1 week അജുവിൻ്റെ അടുത്തായിരുന്നു. അത് കഴിഞ്ഞ് നാട്ടിൽ പോയതിന് ശേഷമാണ് കുവൈറ്റിൽ പോയത്. ഇപ്പം ഷാർജയിലുണ്ട്, പക്ഷേ അജു ദുബായിലാണ്. ഇവിടുന്ന് ഇറങ്ങാൻ പറ്റില്ല, നമുക്ക് വിസ ഇല്ലല്ലോ. അജുഖാനെ മിസ് ചെയ്യുന്നുണ്ടോ? അജുഖാൻ്റെ കാൽ വേദന മാറിയോ? മിസ് ചെയ്യാറില്ല, കാരണം 24 hours വീഡിയോ കോളിലാണ് ഞങ്ങൾ. അതുകൊണ്ട് അങ്ങനെ മിസ്സിങ് ഫീലിംഗ് ഒന്നുമില്ല. ഞങ്ങൾ 5 വർഷമായിട്ട് അറിയുന്ന ആൾക്കാരാണ്. അന്ന് തൊട്ട് ഞങ്ങൾ ലോങ് ഡിസ്റ്റൻസിലാണ്. അതുകൊണ്ട് അങ്ങനെ മിസ്സിങ് ഫീലിംഗ് വലുതായിട്ട് ഇല്ല, ഇടയ്ക്കൊക്കെ മാത്രമേ ഉള്ളൂ. ഏതാണ് ആ പണ്ടാരം പിടിച്ച എയർലൈൻസ്? അറേബ്യ എയർ അറേബ്യ അല്ല, ഏകദേശം എല്ലാ ഫ്ലൈറ്റിനും ഈ ഒരു പ്രശ്നമുണ്ട്. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണെന്നുള്ളത്. ഞങ്ങൾക്ക് ആദ്യമായിട്ടാണ് ഈ ഒരു അനുഭവം. പിന്നെ ഇതിലും മോശം അനുഭവം ഉള്ളവരൊക്കെ ഉണ്ടല്ലോ. അതായത് ഇപ്പൊ ഇൻഡിഗോന്റെ പ്രശ്നമൊക്കെ അറിയില്ല. 2 ദിവസം വെയിറ്റ് ചെയ്ത ആൾക്കാർ. നമുക്ക് അറ്റ്ലീസ്റ്റ് ഇതിപ്പോ ഇതിനുള്ളിൽ ഇമിഗ്രേഷൻ്റെ ഉള്ളിലായതുകൊണ്ട് നമുക്ക് പുറത്ത് പോകാൻ പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ ഉള്ളിൽ തന്നെ ഒരു ഹോട്ടലും എല്ലാം തരും. നമുക്കിപ്പോൾ എല്ലാവർക്കും ഓരോരോ റൂമൊക്കെ സെപ്പറേറ്റ് തരും. അപ്പം നമുക്ക് മാക്സിമം മുതലാക്കാം, അത്രേ ഉള്ളൂ. ഇനിയും ഇതുപോലത്തെ അനുഭവങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഒരു പാട്ട് പാടിത്തരുമോ? പഠിക്കാം, ഡ്യുവറ്റ് പാടാം. അതാ, താങ്ക് യു. നിഹാൽക്ക എവിടെ? നിഹാൽക്ക നമ്മുടെ ഒരു മ്യൂസിക് വീഡിയോ വരുന്നുണ്ട്, നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പോസ്റ്ററൊക്കെ. അപ്പോൾ അതിൻ്റെ എഡിറ്റിംഗ് നടന്നുകൊണ്ടൊക്കെ കൊച്ചി. അതൊരു അത്യാവശ്യം വലിയൊരു വർക്കാണ്. അതിലെ ആക്റ്റീവ് പാട്ടാണ് നിഹാലാണ് ഡയറക്ഷൻ ചെയ്തത്. അതിൻ്റെ ഒക്കെ ഒരു കുറച്ച് തിരക്കിലേക്കാണ്, അതുകൊണ്ടാണ് ആളെ കാണാത്തത്, വേറൊന്നും കൊണ്ടല്ല. എപ്പോഴും മ്യൂസിക് വീഡിയോ അപ്ലോഡ് ആക്കുന്നത് ഉടനെ ഉണ്ടാവും. ആ മ്യൂസിക് വീഡിയോ ആണോ അതോ ഇനി എൻ്റെ മ്യൂസിക് വീഡിയോ? ഇവളതാണെങ്കിൽ പെട്ടെന്നുണ്ടാവും. എൻ്റെ ഓൾറെഡി വീഡിയോ യൂട്യൂബിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഷെയർ ചെയ്ത് തരാം. ഓൾസോ എൻ്റെ പുതിയ സോങ് വെണ്ണിലാവേ ഇറങ്ങിയിട്ടുണ്ട്. അത് നിങ്ങളാരും കേട്ടിട്ടില്ലെങ്കിൽ എല്ലാവരും കേൾക്കണം. ഈ വ്ളോഗ് കാണുന്ന ആർക്കെങ്കിലും ഞങ്ങളെ കൊണ്ട് ഡുവറ്റ് പാടിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെയും വരാം. അതെ അങ്ങനെയും ചെയ്യാം. അപ്പോൾ എൻ്റെ ഫസ്റ്റ് സോളോ ഒറിജിനൽ സോങ്ങാണ് വെണ്ണിലാവേ. ഇൻഷാ അല്ലാ ഈ ഒരു വർഷത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ കുറച്ചധികം ഒറിജിനൽസ് ചെയ്യണം. എൻ്റെ കഴിഞ്ഞ വർഷത്തെ ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ എനിക്കത് ഓർമ്മയുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നത് പാട്ട് നമുക്കിഷ്ടമുള്ളൊരു, എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചൊരു സബ്ജക്റ്റാണ് ആർക്കിടെക്ചർ. ഞാൻ അത്ര ഇഷ്ടപ്പെട്ട് പോയതാണ്. പക്ഷേ ആർക്കിടെക്ചർ പഠിച്ചിറങ്ങിയിട്ട് ഞാൻ ആ ഫീൽഡിൽ അധികം നാൾ വർക്ക് ചെയ്തില്ല. കാരണം അപ്പോഴേക്കും പെട്ടെന്ന് ഇങ്ങോട്ട് കരിയർ ഷിഫ്റ്റ് വന്നു. ഞാൻ വരുന്നു, പാട്ടിലേക്ക് വിളിക്കുന്നു, പിന്നെ ഞാൻ ഫുള്ളായിട്ട് ഇതിലേക്ക് ഇറങ്ങുന്നു. അപ്പം കഴിഞ്ഞൊരു വർഷത്തെ ആഗ്രഹം വാസ് ദാറ്റ് എനിക്ക് പാട്ട് കൊണ്ട് എന്തെങ്കിലുമൊക്കെ ലൈക്ക് ജീവിക്കാൻ പറ്റണം. ലൈക്ക് പാട്ട് പാടിയിട്ടും ഷോസൊക്കെ സന്തോഷത്തോടെ അത്യാവശ്യം ഏൺ ചെയ്യാൻ പറ്റണം. കാരണം ഏൺ ചെയ്യാൻ നമ്മളൊരു ഏജ് ആയി കഴിഞ്ഞാൽ നമ്മൾ ഏൺ ചെയ്യണം സ്വന്തമായിട്ട്. ദാറ്റ്സ് ലൈക്ക് ദി ബിഗ്ഗസ്റ്റ് അസെറ്റ് നമുക്കിപ്പോഴേ ഒരു ഏണിങ് കിട്ടുകയെന്ന് വെച്ചാൽ. അപ്പം നമ്മൾ ഇഷ്ടമുള്ള പാഷൻ കൊണ്ട് അത് കിട്ടുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അത് പയ്യെ ഒരു എന്താ പറയുക, പയ്യെ അത് റെഡിയായി. ഒരു ജനുവരി ടു ഡിസംബറിൻ്റെ ഉള്ളിൽ അത്യാവശ്യം 100-ന് മേലെ ഇവൻറ്റ്സും ഷോസും നമ്മൾ അറ്റൻഡ് ചെയ്തു. ഒരുപാട് കോളേജസ് അറ്റൻഡ് ചെയ്തു, പബ്ലിക് ഷോസ്, അങ്ങനെ സ്റ്റേജസ് ആയിട്ടൊരു പരിചയമായി. ഒറ്റയ്ക്ക് ഷോസ് എടുക്കാൻ തുടങ്ങി, ഞങ്ങൾ രണ്ടുപേരുമായിട്ടും അല്ലാണ്ടും ഒറ്റയ്ക്കും. ഈവൻ എത്ര കൺട്രീസ് നമ്മൾ പോയി, GCC ഓൾമോസ്റ്റ് ബഹ്റൈൻ ഒഴിച്ച് ബാക്കി എല്ലാ GCC കൺട്രീസും നമ്മൾ ട്രാവൽ ചെയ്തു. ഒരിക്കലും വിമാനത്തിൽ കയറാൻ പറ്റില്ല എന്ന് വിചാരിച്ച നാളെയാണ് ഞാനൊക്കെ. അതായത് എൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട് 10 വർഷം കഴിഞ്ഞതിന് 10 വർഷം കഴിഞ്ഞ ആ ഡേറ്റിലാണ് ഷാൻ വിളിച്ചിട്ട് ഇങ്ങനെ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പോൾ പോയി പുതുക്കിയെടുത്താണ്. അതായത് ഈ ഒരു കാരണം കൊണ്ടാണ് ഇതൊക്കെ നടന്നത്. അതെ, അപ്പോൾ നമ്മൾ ഒരുപാട് കൺട്രീസ് ട്രാവൽ ചെയ്തു, ഒരുപാട് വലിയ സ്റ്റേജസ് നമ്മൾ അറ്റൻഡ് ചെയ്തു. 15,000 ആൾക്കാർ വരെ ഉള്ള സ്റ്റേജസ് നമ്മൾ ഷോ ചെയ്തൊക്കെ അനാനുള്ളതുകൊണ്ടാണ്, ഇല്ലയെന്ന് ഒരിക്കലും പറയില്ല. അതുകൊണ്ടാണ് ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊരു ഏണിങ്ങും ഒക്കെ ആക്കി തന്നിട്ടുണ്ട് ഓര്. നമുക്ക് സ്വന്തമായിട്ട് എല്ലാം സെറ്റാക്കി. അപ്പോൾ നമ്മളിപ്പോൾ വളരെ അൽഹംദുലില്ലാ മാഷാ അല്ലാ എല്ലാം അടിപൊളിയായിട്ട് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഇനി ആഗ്രഹം എന്താണെന്ന് വെച്ചാൽ സ്വന്തമായിട്ട് മെല്ലെ ഒറിജിനൽസ് ചെയ്യണം. അപ്പോൾ ഇനി അടുത്ത വർഷം, അതെ, എൻ്റെ ഒരു
അൾട്ടിമേറ്റ് ഡ്രീം എന്ന് പറയുന്നത് സിനിമയിൽ പാടുക എന്നുള്ളതാണ്. അത് പാടിയിട്ട് എനിക്ക് മരിച്ചാൽ മതി. ഈ മരിക്കുന്നതിന് അമ്മയ്ക്ക് ഏറ്റവും ആഗ്രഹമുള്ള ഞാനൊരു സിനിമയിൽ പാടി കേൾക്കണം എന്നുള്ളത് അത് കാണിച്ചു കൊടുക്കണം. നമ്മൾ പാട്ടുകാരെന്നുള്ള നിലയിൽ നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു സിനിമയിൽ, വലിയ ബഡ്ജറ്റ് സിനിമ ചെറിയൊരു സിനിമയിൽ പാടിയാലും അത് ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതെൻ്റെ കഴിഞ്ഞ വർഷത്തെ ആഗ്രഹം ലിസ്റ്റിൽ ഉണ്ടായൊരു കാര്യമാണ്. ഇതൊന്നും പറയാൻ പാടില്ല എന്ന് പറയും, എങ്കിലും നമ്മുടെ മാനിഫെസ്റ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല എന്നാണ് എൻ്റെ ഒരു ഇത്. ഈ വേറെ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അപ്പം നമ്മളെല്ലാം പറയുന്നില്ല, പാട്ട് ബേസ് ചെയ്തുള്ള കാര്യങ്ങൾ മാത്രമാണ് പറയുന്നത്. അപ്പോൾ അതൊരു ആഗ്രഹമാണ്, നടക്കട്ടെ ഇൻഷാല്ലാ. അതിനുവേണ്ടി നമ്മൾ വർക്ക് ചെയ്യണം, ഹാർഡ് വർക്ക് ഒരുപാട് ചെയ്യണം, എല്ലാ ജോണറിലുള്ള പാട്ടുകളും പഠിക്കണം, അങ്ങനെയൊക്കെ ഉണ്ട് നമ്മൾ അതിനൊക്കെ. അപ്പോൾ ഇനിയുള്ള ഒരു അടുത്ത വർഷം സോൺലി ഒറിജിനൽസിൽ വർക്ക് ചെയ്യുക സ്വന്തമായിട്ട്, അതൊക്കെയാണ് ആഗ്രഹമുണ്ട്, ചെയ്യാൻ പറ്റട്ടെ എന്ന് വിചാരിക്കുന്നു. അതിൻ്റെ ഒപ്പം വർക്കും, ഞങ്ങൾ രണ്ടുപേരും പാർട്ട് ടൈം വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്, നമ്മൾ പഠിച്ച പ്രൊഫഷൻ അതും ഇതും കൂടെ ഒരുമിച്ച് കൊണ്ടുപോകുന്ന ആൾക്കാരാണ്. അപ്പോൾ അതും നടക്കണം ഇതും നടക്കണം. അപ്പോൾ ഇൻഷാല്ലാ അതൊക്കെ റെഡി ആവട്ടെ. അതൊക്കെയാണ് ഇനി വരുന്ന വർഷത്തെ ആഗ്രഹങ്ങൾ. ടെൽ സംതിങ് അബൌട്ട് ഹനാൻ ഷാ. ഓൾറെഡി പറഞ്ഞു, നമുക്ക് ഇനി റിപ്പീറ്റേഷൻ ആവും. ഫാത്തിമത്ത എങ്ങനെയാണ് ഹനാൻ ഷാനെ ഫസ്റ്റ് കണ്ട് ഇപ്പോൾ ഇത്രയും കമ്പനിയായ? ഇതൊക്കെ ഒത്തിരി വട്ടം പറഞ്ഞിട്ടുള്ളതാണ്. ഞങ്ങൾ ഇനി പറഞ്ഞാൽ ഇത് കാണുന്നവർക്ക് വീണ്ടും നിങ്ങൾ പിന്നത്തെ ക്വസ്റ്റ്യൻ ആൻസർ കണ്ടാൽ കറക്റ്റ് ഉണ്ട്, അതിൽ കാണാം. അപ്പോൾ അത് കണ്ടാൽ അത് 1-2 ദിവസത്തിലായതല്ല, 90 ഇയേഴ്സ് ആയതാണ്. ഇപ്പോൾ ഒരു 3 വർഷത്തോളം ആയി. എന്തായാലും ആദ്യം ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒറിജിനൽസിൽ വർക്ക് ചെയ്യുക. നമ്മളൊരു പുതിയ പാട്ട് എങ്ങനെ പാടുന്നു എന്നുള്ളതിലിരിക്കും നമുക്ക് കിട്ടണ പ്ലേ ബാക്ക്. കാരണം നമ്മൾ കവർ സോങ് പാടുന്ന പോലെയല്ല, പുതിയൊരു പാട്ട് നമുക്ക് പുൾ ഓഫ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതിലാണ് കാര്യം. അപ്പോൾ ഇപ്പോൾ ഹനാൻ്റെ പാട്ടുകളൊക്കെ വേറിട്ട് നിൽക്കണം. ഇപ്പോൾ ഹനാൻ്റെ സൗണ്ട് കേട്ടാൽ തന്നെ നമുക്കറിയാം ഹനാൻ ഷാ എന്നുള്ള ആളാണ്. അപ്പോൾ ഹനാൻ്റെ എല്ലാ പാട്ടുകളും ഇത്രയും ട്രെൻഡിങ്ങിലാവുന്നത് അവൻ്റേതായ ഒരു സ്റ്റൈല് ക്രിയേറ്റ് ചെയ്തു. അപ്പോൾ ആ ഒരു ഇതിലാണ് ഒറിജിനൽ ഇപ്പോൾ ചെയ്യുന്ന ഒറിജിനൽസ് ഒക്കെ ഹിറ്റാണല്ലോ. അപ്പം നമ്മൾ നോക്കിക്കാണുന്നൊരു, നമ്മുടെ ഒപ്പമുള്ള ഒരാളാകുമ്പോൾ നമുക്ക് ഒന്നും കൂടെ കണ്ടുപഠിക്കാനൊക്കെ പറ്റും. നമ്മൾ നോക്കിക്കാണുന്ന ഒരു ആർട്ടിസ്റ്റാണ്, അങ്ങനെ തന്നെയാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും. അവൻ തന്നെ അതിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യും, എപ്പോഴും പറയും ഒറിജിനൽസ് ചെയ്യണം, നമുക്ക് മെല്ലെ മെല്ലെ ഒറിജിനൽസ് മാത്രം. ഇപ്പം നമ്മളെ ഷോയിൽ നോക്കിയാൽ, ഇപ്പം നമ്മളെ ഷോ നോക്കുകയാണെങ്കിൽ ഹനാൻ്റെ ഒറിജിനൽസ് മാത്രമാണ് പാടുന്നത്. ഇപ്പം നിങ്ങൾ പറയും ചിറാപുഞ്ചി എല്ലാ സ്റ്റേജിലും പാടുന്നില്ലേ, അത് അവൻ്റെ സ്വന്തം പാട്ടാണ് ചിറാപുഞ്ചി. അത് അവന് 1000 സ്റ്റേജിലാണെങ്കിലും പാടാം. അതെ, അത് 1000 സ്റ്റേജിലാണെങ്കിലും പാടാം, ഇനിയും പാടാം. സ്വന്തം പാട്ടാണ്, വേറൊരാളെ പാട്ടില്ല. പക്ഷെ നമ്മളതുപോലെയല്ല, നമ്മൾ വേറെ ആർട്ടിസ്റ്റുകളുടെ പാട്ടാണ്, നമ്മൾ വളർന്ന് വരുന്നതേ ഉള്ളൂ, വരുന്ന ഇതാണ്, നമ്മളൊരു ടീമിൻ്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. അപ്പം അതിൻ്റെ മെയിൻ ആർട്ടിസ്റ്റിൻ്റെ പാട്ടുകളാണ് പാടുന്നത്. പയ്യെ പയ്യെ അതിലേക്ക് എത്താൻ പറ്റട്ടെ ആഗ്രഹം. ഹു ഇൻസ്പയർഡ് യു ടു ബിക്കം എ സിംഗർ? ഇൻസ്പിറേഷൻ നിനക്കാരാ ഇൻസ്പിറേഷൻ? എനിക്ക് എൻ്റെ അച്ഛനും അമ്മീനെ പണ്ട് മുതലേ ശ്രദ്ധിച്ചുകൊണ്ടാണ്. എനിക്കും അത് തന്നെയാണ് പറയുന്നത്. ഇവരുടെ അച്ഛനും അമ്മയും പാട്ടുകാരാണ്, പക്ഷെ എൻ്റെ ഉമ്മയും പാപ്പയും എൻ്റെ ഉമ്മയും ചെറുതായിട്ടൊക്കെ പാടും, എങ്കിലും അങ്ങനെ പ്രൊഫഷണൽ. പക്ഷെ ഞാനൊരു പാട്ടുകാരി ആയി കാണണം എന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് എൻ്റെ ഉമ്മയാണ്. ഞാൻ കുറേ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ഉമ്മ ഒരാളില്ലെങ്കിൽ ഒരിക്കലും ഞാനിവിടെ എത്തൂല. അത്രയും കഷ്ടപ്പെട്ട് എല്ലാവരുടെയും വാക്കുകളും ഇപ്പോഴും കേൾക്കുന്നുണ്ട്, അതൊന്നും ഉമ്മ ചെവി കൊള്ളാണ്ടിരിക്കുകയാണ്. അത്രയും ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇല്ല, അവളുടെ ഇഷ്ടമാണ്, അവൾ പൊക്കോട്ടെ എന്നും പറഞ്ഞിട്ട് അവിടെ തല്ലിപ്പിടിച്ച് കൊണ്ടുപോകണത് എൻ്റെ ഉമ്മയാണ്. പിന്നെ എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സ് ഉണ്ട്, പണ്ടോട്ടേ എനിക്ക് സപ്പോർട്ടാണ്. ഷിബി, അക്ഷയ്, അവരൊക്കെ എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട്സാണ് പണ്ടോട്ടേ. അപ്പോൾ അവരും ഈ പറഞ്ഞ പോലെ പണ്ട് ഞാൻ എവിടെ പോയാലും ഏത് പബ്ലിക് ചെറിയ ഫെസ്റ്റിനൊക്കെ നമ്മൾ ചെറിയ പ്രായത്തിൽ കൊണ്ടുപോയില്ലേ, അപ്പോൾ അവർ ഓടിപ്പോയി നിന്നിട്ട് എന്നെ പാടിക്കാൻ കയറ്റും സ്റ്റേജിൽ. അപ്പം എൻ്റെ ഒരു ജേണിയിൽ അവരും പാട്ടാണ്. പിന്നെ ഇപ്പം അജു ആണ് ഒന്നും കൂടെ. ഇപ്പം എനിക്ക് ഒരു ഫോളോവർ കൂടിയാൽ അജു നോക്കിയിരിക്കും, 120 ആയടോ 121 ആയടോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിയിരിക്കും. എൻ്റെ എല്ലാം ഇങ്ങനെ കണ്ട് എൻ്റെ ഒരു വിജയം ഓൻ്റെ വിജയമായിട്ടാണ് അവൻ കാണുന്നത്. അജുവിനെ പറ്റി അതായത് ഞങ്ങൾ ഏറ്റവും കൂടുതൽ പറയുന്ന കാര്യം അജു എന്നൊരാളുള്ളതുകൊണ്ടാണ്. അതായത് അജു കൊടുക്കുന്ന സപ്പോർട്ട് ഈ ലോകത്ത് എല്ലാവരും കൊടുത്താൽ, അങ്ങനെ ആൾക്കാർക്ക് ആർട്ടിസ്റ്റുകൾ കൊടുത്താൽ അടിപൊളിയാവും. കാരണം അജു അത്രയും നല്ല ഇതിൽ തന്നെ നോക്കുന്നുണ്ട്. മാഷാ അല്ലാ, അത് എനിക്ക് എൻ്റെ ഈ ജന്മം I am forever grateful for him in my life. കാരണം അജു ഇല്ലെങ്കിൽ ഒരിക്കലും ഇങ്ങനെ, കാരണം നമുക്കറിയാലോ നമ്മുടെ ബിഫോർ മാരേജ് ലൈഫ് ആൻഡ് ആഫ്റ്റർ മാരേജ് ലൈഫ്, നമുക്ക് എല്ലാ ഗേൾസിനും ലൈഫിൽ ഒരു ഇതാണ്. എല്ലാവർക്കും ഒരേപോലെ ആവണില്ല, ചിലർക്ക് ഒന്നും കൂടെ ബെറ്റർ ആവും, ചിലർക്ക് ചിലപ്പോൾ വേഴ്സ് ആവും, അങ്ങനെ പല ഇതാണ്. കൂടുതലും നമ്മൾ കണ്ടുവരുന്ന മെജോറിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാലോ. അപ്പോൾ എന്തുകൊണ്ടും അതിൽ നിന്ന് എന്നെ എപ്പോഴും ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്ത് നിർത്തുന്ന ഒരാൾ അജുവാണ്. കാരണം അജുവിന് എന്നെ അത്രയും നമ്മൾ തമ്മിലുള്ളൊരു ട്രസ്റ്റാണത്. KP കമ്മിറ്റഡ് ആണോ? അല്ല, നല്ല കുട്ടി വരട്ടെ, അപ്പോൾ KP കമ്മിറ്റഡ് ആവും. സുഖാണ്.
എന്നാണ് വരുന്നത്? അനു ഒക്കെ എവിടെ? അനുവിനും ഒക്കെ ഇനി ഒരു പരിപാടിയും കൂടി ഉണ്ട് ദുബായിൽ. അത് കഴിഞ്ഞിട്ട് നാട്ടിലെത്തും. നാട്ടിലെത്തിയാൽ നമ്മുടെ അടുത്ത കോട്ടയം പരിപാടി. വിച്ച് ഈസ് യുവർ ഫേവറേറ്റ് സോങ് ഓഫ് ഹനാൻ എന്നായിരിക്കും ഉദ്ദേശിച്ചത്. എനിക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ട് മറ്റേ അകമേ അകമേ പതിയെ പതിയെ അകമേ പതിയെ ഈ കാതങ്ങൾ നാം പോകവേ പാദങ്ങൾ ഞാൻ തേടവേ. ചിലപ്പോൾ ഈ പാട്ടുകൾ അധികാരം കേട്ടിട്ടുണ്ടാവും എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതിൻ്റെ വീഡിയോ ആയിട്ട് ഹനാൻ ഇറക്കിയിട്ടില്ല, ഒരു ലിറിക് വീഡിയോ ആയിട്ടാണ് ഇറക്കിയിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കേൾക്കാത്തതാണെങ്കിൽ ഹനാൻ്റെ അകമേ അകമേ എന്നുള്ള പാട്ട് മസ്റ്റായിട്ട് കാണണം, എല്ലാവരും കേൾക്കണം. അടിപൊളി പാട്ട്, അത് ഭയങ്കര ഫീലുള്ളൊരു പാട്ടാണ്. ഇപ്പം ഞാൻ പാടിയ പാട്ടുകളെല്ലാം അടിപൊളിയായിട്ടോ, പക്ഷെ അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റുള്ളൊരു പാട്ട് ഇതാണ്. എൻ്റെ കറണ്ട് ഫേവറേറ്റ് മസ്കാണ്. മസ്ക് ഇറങ്ങണതിന് മുന്നേ തൊട്ട് എനിക്ക് ഫസ്റ്റ് ടൈം ഒരു പാട്ട് കേൾക്കുമ്പോൾ ഇഷ്ടാവില്ല, പെട്ടെന്ന് കേട്ടിട്ട് ഇഷ്ടമാണ്. പക്ഷെ മസ്ക് എനിക്ക് ഫസ്റ്റ് ടൈം കേട്ടപ്പോൾ തൊട്ട് ഇഷ്ടമാണ്. പാതിരാവിലെ പുതുമോഹവുമായി പാതി ജീവനെ തിരയുന്നു ഞാനീ നേരമായൊരു അത് അതിൻ്റെ ലിറിക്സാണ് ഹൈലൈറ്റ്. തബല ഇല്ലാണ്ട് ജുബേൽക്കാക്ക് പാട്ടില്ല. This question is for KP. Tell 2 lines about ഫാത്തിമത്ത. 2 വാക്ക്. അന്ന് ഹനാനോട് 2 വാക്ക് ചോദിച്ച പോലെ ആവരുത്. ഇല്ലല്ല, എന്താ പറയാ, എങ്ങനെ പറയും എനിക്കറിയില്ല. ഇങ്ങനെ ചോദിച്ചാൽ പ്രശ്നം എന്താ അറിയോ, പറയാൻ കിട്ടില്ല. അതായത് ഇപ്പോൾ നിങ്ങളൊക്കെ പറയുന്ന പോലെ തന്നെ ഫാത്തിമ KP ബോണ്ട് ഹിറ്റ് ഡിഫറൻസ് എന്ന് പറയുന്ന പോലെ തന്നെയാണ്. അതായത് ഇപ്പം ഞങ്ങൾ രണ്ടാളും ഡിബേറ്റ് പാടുകയാണെങ്കിലും അതായത് ചാർജ് ഇപ്പം കഴിയും. അപ്പോൾ നമുക്ക് മടങ്ങി വരാം. അപ്പോൾ എവിടെ നിർത്തിയത് എനിക്കറിയില്ല. അപ്പോൾ അതായത് ഇപ്പോൾ ഞങ്ങൾ രണ്ടാളെന്ന് പറയണത് ഇപ്പോൾ ടീമിലെല്ലാവരും അങ്ങനെ തന്നെ കേട്ടോ, മ്യൂച്വലി അങ്ങോട്ടും ഇങ്ങോട്ടും സപ്പോർട്ട് ചെയ്ത് പോണ ആൾക്കാരാണ് എല്ലാവരും. ഇപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരു പ്രോഗ്രാം ഞങ്ങൾ കൂടുതലും ഒരു സിംഗിൾ വീഡിയോ ചെയ്തിട്ട് ഞങ്ങൾ ഇടും. കാരണം ഞങ്ങൾക്ക് അങ്ങനെ ചെയ്യാനാണ് ഇഷ്ടം. ആ ഒരു ബോണ്ട് ഇങ്ങനെ കീപ്പ് ചെയ്ത് പോകാനാണ് ഇഷ്ടം. പിന്നെ ആൾക്കാരെന്തൊക്കെയാണ് പറയട്ടെ അത് നോക്കണ്ട. അതായത് അങ്ങനെയാണ് അത് നോക്കണ്ട, എന്തൊക്കെയോ അധികം പറയാൻ കിട്ടില്ല. ഫാത്തിമ അടിപൊളിയാണ്, പാട്ടാണെങ്കിലും എല്ലാം സപ്പോർട്ടാണെങ്കിലും. ഇപ്പോൾ എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും ചോദിക്കും, എന്താ ഒരു റീൽ ഇടാനാണെങ്കിലും ചോദിക്കും. ഇപ്പോൾ ഞാനും ചോദിക്കും, ഒരു ഫോട്ടോ അയച്ചു, ഈ റീൽ എങ്ങനെയുണ്ട്. ഇത് ഫാത്തിമേനൊരു എഡിറ്റ് ചെയ്യില്ലെങ്കിലും ഉള്ളിലൊരു എഡിറ്ററുണ്ട്, മൈൻഡ് എഡിറ്ററാണ്. മൈൻഡിൽ വെച്ച് ഇങ്ങനെ എഡിറ്റ് ചെയ്യും, ക്ലിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിയിട്ട് ഇത് അങ്ങോട്ടിട് ഇങ്ങോട്ട് പറയും. അപ്പോൾ ആ റീൽ അങ്ങോട്ട് അയച്ചു കൊടുക്കും, ഇങ്ങോട്ട് അവൾ റീൽ ഇങ്ങോട്ട് അയച്ചു തരും. നമ്മൾ പൊതുവേ ടീമിൽ നമ്മൾ എവിടെ പോയാലും ഇപ്പോൾ ഷാനുവായാലും ഹനായാലും ഫാത്തിമ KP വിളിച്ചു, ഞങ്ങൾ ഒരുമിച്ചാ പറയുക KP ഫാത്തിമയുടെ അപ്പോൾ അങ്ങനെ നമ്മൾ അങ്ങനെ. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ പേര് കൃഷ്ണപ്രസാദ് ആട്ടോ, ചിലർ കൃഷ്ണപ്രദാസ് എന്ന് പറയലുണ്ട്, ചിലർ കൃഷ്ണദാസ് എന്ന് പറയലുണ്ട്, കൃഷ്ണകുമാർ എന്ന് പറയലുണ്ട്, കുറേ പേരുകളുണ്ട്. അപ്പോൾ എൻ്റെ പേരെന്ന് പറയുന്നത് കൃഷ്ണപ്രസാദ്. ഇതെന്താ 6% ഉള്ളപ്പോഴും ചാർജ്? ഓക്കെ. അപ്പോൾ ഞാനിനി അധികം പറഞ്ഞിട്ട് വലിച്ചു നീട്ടുന്നില്ല. How you both became nice bond? 2 line about KP. താങ്ക് യു മച്ചാനെ. ആരാ ചോദിച്ചേ? ആയിഷ, താങ്ക് യു. ഇപ്പം പറഞ്ഞൊക്കെ തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റില്ല. KP എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ ഒരു ഗോ ടു ഫ്രണ്ടാണ്. എനിക്കിപ്പോൾ എവിടെ പോയാലും, കോളേജിലാണെങ്കിലും നാട്ടിലാണെങ്കിലും ഏതൊരു ലൊക്കേഷനിലാണെങ്കിലും എനിക്കൊരു ഗോ ടു പേഴ്സൺ ഉണ്ട്. അജു ഓൾവേസ് ദെയർ. അജു എല്ലായിടത്തും കോമൺലി ഉള്ള ഒരാളാണ്. പക്ഷേ ഇപ്പം പാട്ടിൻ്റെ കാര്യത്തിൽ അപ്പം ടീമിൽ അങ്ങോട്ട് പോകുമ്പോൾ മലപ്പുറം സൈഡിൽ എറണാകുളം വിട്ട് അങ്ങോട്ട് പോകുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഫസ്റ്റ് കോൾ പേഴ്സൺ KP ആണ്. ഏതൊരു പാതിരാത്രിയും KP വിളിച്ചാൽ അവൈലബിൾ ആയിരിക്കും. അപ്പം ഐ മീൻ ഇൻ ദ സെൻസ് നമ്മളെ എവിടെയെങ്കിലും കൊണ്ടാക്കാനാണെങ്കിലും ആക്കിത്തരാനാണെങ്കിലും. അപ്പോൾ നമുക്കിപ്പം ടീമിൻ്റെ ഉള്ളിൽ നമ്മൾ നിൽക്കുമ്പോഴേ പിന്നെ വേറെ ബോണ്ട് ഞങ്ങൾ തമ്മിൽ, അതായത് ഒരു 30 കിലോൻ്റെ ഒരു വലിയൊരു വെഷ്ടിയുണ്ട് ഫാത്തിമയ്ക്ക്, ഒരു ദുബായ് പെട്ടി. അത് ഏറ്റവും കൂടുതൽ ഏറ്റിട്ടുള്ളതാ ഇവിടെയാണ്. അതിന് ബോണ്ട് എപ്പോഴും എൻ്റെ മനസ്സിലുണ്ടാവും. അത് റീസെൻ്റ് ഏറ്റിയതാണ്. പിന്നെ ഒരു സൈഡ് കുഴഞ്ഞോട് പോയി.
അതെ, അപ്പോൾ എനിക്കൊരു 30 കിലോൻ്റെ പെട്ടിയുണ്ട്. അപ്പോൾ അത് ഏറ്റവും കൂടുതൽ ഏറ്റ് നടക്കുന്നത് KP ആണ്. അതാണ് ഏറ്റവും വലിയൊരു ബോണ്ട്. പിന്നെ എൻ്റെ അജുവിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു വ്യക്തിയും കൂടിയാണ്. അജു വളരെ എന്താ പറയുക, ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ KPനോട് സംസാരിക്കാനും. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് KPനെ. ജെൻജി വെണ്ണിലാവേ സോങ്, എൻ്റെ വെണ്ണിലാവേ സോങ് കേൾക്കാത്തവരുണ്ടെങ്കിൽ പോയി കേൾക്കണം. അഷിക സ്റ്റേ. വെണ്ണിലാവേ ഹൃദയമാകെ ശ്രാവിതഴ്ചയിൽ നീർത്തിടുന്നു, പാരിലാകെ മാറിവില്ലിൻ മാനസങ്ങൾ പെയ്തിടുന്നു, കൂട്ടു തേടും പാട്ടു നിന്നും താരമായി നീ വന്നു നിന്നു, നീയൊരാളൻ കനവിലാകെ പാതിമയായി തീർന്നിടുന്നു. ഈ പാട്ടിൻ്റെ പിന്നിൽ എനിക്ക് വേറൊരു കഥയും കൂടെ പറയാനുണ്ട്. അതായത് ഈ പാട്ട് ആക്ച്വലി ഇതിൻ്റെ പ്രൊഡക്ഷൻ ചെയ്തത് അസർ എന്ന് പറഞ്ഞിട്ടുള്ള എൻ്റെ ഒരു ഫ്രണ്ടാണ്. അസർ ഒരു ഞാൻ സ്റ്റോറി ഇട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അപ്പോൾ അസർ പാടിയ കേട്ടിട്ടാണ് ആക്ച്വലി ഞാൻ ഈ പാട്ട് ചെയ്യാൻ എഗ്രി ചെയ്തത്. കാരണം എനിക്കിപ്പം ഞാൻ കണ്ടുവരുന്നതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു അണ്ടർ റേറ്റഡ് ആർട്ടിസ്റ്റാണ് അസർ. അപ്പോൾ ഇവിടെ കാര്യമായിട്ടൊരു കാര്യം പറഞ്ഞിരിക്കുമ്പോൾ അപ്പോൾ ഞാൻ വൈകാതെ നിങ്ങൾക്ക് മുന്നിൽ അസറിനെ കൊണ്ടുവരും ഇൻ ദ സെൻസ് നിങ്ങൾ കാണണം. അതിൻ്റെ ഉള്ളിൽ ഒരുപാട് കഴിവുള്ളൊരു പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ എന്തെങ്കിലും ഐ റിയലി ഹോപ്പ് നിങ്ങൾ യു ക്യാൻ ജസ്റ്റ് നോട്ട് ദ നെയിം അസർ. അവൻ എന്തെങ്കിലും സെറ്റാകുമെന്നാണ്. ഇപ്പോൾ കാരണം അത്രയും കഴിവുള്ള ഒരു ആർട്ടിസ്റ്റാണ്. ഒരുപാട് ഒറിജിനൽസ് മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. അത്രയും പാട്ടിൽ അത്രയും ഫോക്കസ് ചെയ്യുന്ന ഒരാളാണ്. അപ്പം വൈകാതെ ഞങ്ങളൊരു ഒറിജിനൽസൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഇൻഷാല്ലൊക്കെ സെറ്റായിട്ട് നിങ്ങളെ അറിയിക്കും. ബട്ട് എനിവേസ്, നിങ്ങൾ വെണ്ണിലാവ് കേട്ടിട്ടില്ലെങ്കിൽ പോയി കേൾക്കണം. ഷാനു റെഡിൻ്റെ ലവ് സ്റ്റോറി, അത് ഷാനു റെഡ് തന്നെ പറയണ്ടേ. അപ്പോൾ നിങ്ങൾ പ്രോഗ്രാമിന് പോയില്ല. ഇതെന്താ വരെയൊക്കെ എന്താ KP ഫാത്തിമ. അത് നല്ല രസം കേട്ടോ. ആള് വരച്ചൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നെനിക്കറിയില്ല. ബട്ട് ഫാത്തിമ കുറച്ച് കലിപ്പിലാണോ എൻ്റെ കയ്യിൽ. അടിപൊളി. ദിൽഫാം ഷൗക്കത്താണ് കേട്ടോ വരച്ചിട്ട് കിടന്നത്. എന്താ പഠിച്ചത് ആഫ്റ്റർ 12th? ഞാൻ ആർക്കിടെക്ചറാണ് പഠിച്ചത്. ആർക്കിടെക്ചർ ഗ്രാജുവേറ്റ്. ഞാൻ ആർക്കിടെക്റ്റാണ്. ബാംഗ്ലൂർ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. അതെ. അജു ഏത് എഞ്ചിനീയറാണ്? അജു പ്ലാനിങ് എഞ്ചിനീയർ. മെക്കാനിക്കൽ അല്ല, അജു സിവിലാണ് പഠിച്ചത്. പ്ലാനിങ്ങിലാണ്, ഡിപ്പാർട്ട്മെൻറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പ്ലാനിങ് എഞ്ചിനീയറാണ് ഇപ്പോൾ. അജുവിൻ്റെ ഏജ്, അജു ഇസ് 27 and I am 26. ഇനി എന്നാ ദുബായിലൊരു ഷോ? ഇൻഷാല്ലാ ഉടനെ വരട്ടെ, വരുമായിരിക്കും. മക്കളുണ്ടോന്നോ? ഹൗ ഡെയർ യു? എൻ്റെ കല്യാണം കഴിഞ്ഞിട്ട് ആകെ 5 മാസമായിട്ടുള്ളൂ. പിന്നെ ഇങ്ങനെ എനിക്ക് മക്കളുണ്ടാവുക? സയ്യാര ഒന്ന് പാടുമോ? സയ്യാര ഒന്ന് പാടുമോ? ഓക്കെ, പാടാം. ഓക്കെ. എന്നാ ഇനി നാട്ടിൽ വരുന്നത്? ഇന്ന് നാളെ പുലർച്ചെ. ആഗ്രഹമുണ്ട്. അനാൻസ് മാരേജ് ടൈം. അനാൻ കല്യാണപ്രായമൊന്നും ആയിട്ടില്ല. ചെറിയ മോനാണ്. ചെറിയ മോനല്ലേ. 25 വയസ്സേ ഉള്ളൂ. 25 വയസ്സിൽ കല്യാണം കഴിക്കാനായിട്ടില്ല. ടൈം ആകുമ്പോൾ കല്യാണം കഴിക്കും. ഫ്ലൈറ്റ് ഡിലേ റീസൺ എന്താ? ട്രാവൽ ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ റീഫണ്ട് കിട്ടും. റീഫണ്ട് പൈസ ആയിട്ട് കിട്ടൂല, നമുക്ക് വൗച്ചർ കോഡായിട്ട് കിട്ടുള്ളൂ. സൂപ്പർ മാർക്കറ്റ് രണ്ടാക്കും അവിടെ നല്ല സുഖം. അജുവിന്റെ കൂടെ വീട്ടിലെ വ്ളോഗിൽ കണ്ടിട്ട് കുറേ ആയി. അനുവിന്റെ കൂടെ. ഓ സോറി, അനുവിനെ തന്നെ വീട്ടിൽ കാണാനല്ല. അത് ഞാൻ അവിടെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഉള്ളിൽ എവിടെയെങ്കിലും അവിടെ ഇരിക്കുന്നുണ്ടാവും. കഴിച്ചോന്നോ? കാണാൻ കഴിയോ? അപ്പൊ കാണാൻ കുറച്ച് ടാസ്ക്കാണ്. പണ്ടത്തെ പോലെ അല്ല ഇപ്പോ. Did you expect that he would get emotional when... ഞാൻ എക്സ്പെക്ട് ചെയ്തായിരുന്നു ഇവൻ ഇമോഷണൽ ആവുമെന്ന്. ഞാൻ ബർത്ത്ഡേ സർപ്രൈസ് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ സംഭവിച്ചു. നെയിം എന്താന്നോ? കൃഷ്ണപ്രസാദ്. ഫാത്തിമ ജബ്ബാർ.
നിങ്ങളുടെ വീട്ടിൽ എത്ര കുട്ടികളാണ് ഫാത്തിമത്ത? ഞങ്ങൾ 2 മക്കളാണ്, എനിക്കൊരു ഏട്ടനുണ്ട്. അബൌട്ട് യുവർ ഫാമിലി പറഞ്ഞല്ലോ. നിങ്ങളെ വീഡിയോസൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, നിങ്ങളെല്ലാവരെയും. നിങ്ങളന്ന് കൊല്ലത്ത് പരിപാടിക്ക് വന്നപ്പോൾ അന്നപ്പോൾ ക്ലിക്ക് ചെയ്ത് ബാക്കി കാണാം. ബാക്കി റീഡ് മോർ. നിങ്ങൾ മൊത്തത്തിൽ ഇന്റർനാഷണൽ ഇവന്റ്സ് എവിടെയൊക്കെ പോയിട്ടുണ്ട്? ദുബായ്, ഷാർജ, മസ്കറ്റ്, അബുദാബി. മസ്കറ്റ് ഒമാൻ ഒന്നല്ലേ? അബുദാബി, കുവൈത്ത്, സൗദി ഞാൻ പോയിട്ടുണ്ട്, ഖത്തർ. 7 കൺട്രീസ് ആയി. ഇതൊക്കെ എമിറേറ്റ്സ് ആണ് കേട്ടോ, GCC. ഇനി ബഹ്റൈൻ കൂടെ ഉള്ളു GCCയിൽ പോവാൻ. ഐ തിങ്ക് സോ, എനിക്ക് ഓർമ്മയില്ല. ഇനി വേറെ ഇന്റർനാഷണൽ ഇവന്റ്സ് ഒക്കെ വരട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു. വിളിക്കൂ. ബഹുമാനപ്പെട്ട മാനേജർ ഇത് കാണുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ റെഡി. ആർ യു ഹാപ്പി? പിന്നെ നിങ്ങൾ സൽമാൻ ഖാൻ്റെയും നിഹാൽ ഖാൻ്റെയും കൂടെ വ്ളോഗ് ചെയ്യൂ. അതിന് കിട്ടേണ്ട കുട്ടികളെ ഞങ്ങൾക്ക്. അതെ, ഞാൻ കണ്ടില്ല ഇങ്ങനെ ഇപ്പോഴൊക്കെ ഞങ്ങൾക്ക് തന്നെ വ്ളോഗ് ചെയ്യാൻ പറ്റുന്നത്. ഒരു സ്ഥലത്ത് കുടുങ്ങി കിടന്നു. ഫീൽ ഗുഡ് സോങ് പാടുമോ? ഒരു ഫീൽ ഗുഡ് സോങ് പാടാൻ നിങ്ങളും കേൾപ്പിയും. നല്ല സങ്കടപ്പാട്ടാണോ? വേണ്ട, ഫീൽ ഗുഡ് എന്ന് പറയുമ്പോൾ സങ്കടം ഫീൽ നമുക്ക് ഇതാക്കി. ഞാൻ അങ്ങനെയൊക്കെ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പെട്ടെന്ന് പാട്ട് ചോദിച്ച ബ്ലാങ്ക് ഔട്ടോ. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തോളും പാതെ നീ പഞ്ഞിച്ചുരുൾ മാനസം നുള്ളിക്കെടുത്താതെ നീ വെറുമൊരു തൂവൽ കൊണ്ടു മുറിയും ചെറുമോന നോക്കുകൊണ്ടു വിളറും ഒരു നേർത്ത പൈതലിൻ്റെ മുഖമേ വിങ്ങിപ്പിടയാതെ നീ. ഒരുപാട് ഫ്യൂ വേർഡ്സ് അബൌട്ട് ഡ്രെഡ്. ഞാൻ മറന്നുവല്ലോ. ഡ്രെഡിനെ പറ്റി പറയാനാണെങ്കിൽ എന്താ, ഇപ്പം നമ്മളെ കൂടെയുള്ള കുട്ടിയാണ്. നമ്മളെ കൂടെ എന്നല്ല, അവരുടെ കൂടെ ഞങ്ങളെന്ന് വേണം പറയാൻ. ഞങ്ങളാണ് ലാസ്റ്റ് എത്തി. ടീമാണ്. അപ്പോൾ ഡ്രെഡിനെ പറ്റി പറയാനാണെങ്കിൽ നല്ലതാണ്. നമ്മൾ എന്താ പറയുക, ഞാനിപ്പോൾ വളരെ കുറച്ച് അടുത്തായിട്ടുള്ളൂ ഡ്രെഡിനായിട്ട് അത്ര കൂട്ടായിട്ടും ഒക്കെ. അതിന് മുന്നേ എനിക്ക്, അതായത് ഐ തിങ്ക് കുറച്ച് മാസങ്ങൾ അതിന് മുന്നേ നമ്മളിപ്പോൾ ഇവരുടെ ടീമിലില്ലല്ലോ, പണ്ടോട്ടേ ഉള്ളതല്ല ഞങ്ങൾ രണ്ടാൾ. നമ്മൾ പാട്ടിൻ്റെ ഒരു ഇതിലേക്ക് വന്നതാണ്. അപ്പം അങ്ങനെ പരിചയപ്പെട്ടതാണ് ഡ്രെഡിനെയൊക്കെ. അപ്പോൾ നല്ല വൈബാണ്. പല സ്ഥലത്തുനിന്ന് പല ഒന്നിച്ച് കണക്റ്റ് ആയി. ഇതിലുള്ള സൽമാനാണെങ്കിലും നിഹാലാണെങ്കിലും എല്ലാവരും പല പല സ്ഥലത്തുള്ള ആൾക്കാർ. ഇപ്പോൾ നാട്ടിലുള്ള ആൾക്കാരെന്ന് പറയുന്നത് ബാസിൽ, അസറു, ഹർഷു ഇവരൊക്കെ കൂടിയിട്ടാണ്. അച്ചു ഒക്കെയാണ് അവിടെ. അവർ ഓൾറെഡി ഉണ്ടെന്ന ആൾക്കാർ. ഞങ്ങളെ പിന്നെ കോർ ടീംസ്, കോർ അവർ തന്നെയാണ് എപ്പോഴും. പിന്നെ നമ്മൾ ടീമിൻ്റെ ഒരു ഭാഗമായതുകൊണ്ട് നമ്മളും ആ ഒരു പാർട്ടായി. അതിൻ്റെ സന്തോഷമുണ്ട്. നല്ലൊരു ടീമാണ്, ഒരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ് നമ്മളെല്ലാവരും. ഞാനും പണ്ട് ഇതേപോലെ വ്ളോഗും ഒക്കെ കണ്ടിട്ടുണ്ടേ ഉണ്ടായിരുന്നുള്ളൂ ഇവരൊക്കെ. പിന്നെ ഇപ്പോൾ വന്നു ഇവരൊക്കെ കാണാനും ഇവരൊക്കെ ഒപ്പം കൂടാനും പറ്റിയില്ലെങ്കിൽ നമുക്കും സന്തോഷമുണ്ട്. നല്ലൊരു ഗ്രൂപ്പ് ഓഫ് ഫ്രണ്ട്സ് ആണ് അവർ. സോ എല്ലാവരും അടിപൊളിയാണ്. ഇപ്പോൾ ഇപ്പുത്തയും ഡ്രെഡ് ഇവരൊക്കെയാണ് ആക്ച്വലി ഏറ്റവും ക്ലോസ്. പിന്നെ എനിക്കിപ്പോൾ അങ്ങനെ അധികം കൂടുതൽ എനിക്ക് അവരെ പറ്റി പറയാൻ അത്ര അങ്ങനെ അറിയില്ല. പക്ഷേ അപ്പം അത്രയൊക്കെയാണ്. വാട്ട് 2 things that you would never regret in your life? Regret 1 is marriage. ഞാൻ ഞാൻ അജു റിലേഷനിലായിരുന്നെങ്കിലും കല്യാണ സമയത്തേക്ക് വന്നപ്പോൾ കല്യാണം കഴിക്കണമെന്നല്ല കേട്ടോ, കുറച്ച് കഴിഞ്ഞിട്ട് ചെയ്യാം എന്ന് ഞാൻ കല്യാണം കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. കുറച്ചും കൂടെ ടൈം കഴിഞ്ഞിട്ട് കല്യാണം കഴിക്കാമെന്ന് ഞാൻ വിചാരിച്ചു. ഇപ്പോൾ കല്യാണം കഴിച്ചൊരു ടൈമിൽ ഞാൻ ഇപ്പോൾ കഴിക്കണമായിരുന്നു, കുറച്ച് നാളും കൂടെ കഴിഞ്ഞിട്ട് മതിയായിരുന്നു എന്നൊക്കെ എനിക്ക് തോന്നി. പക്ഷേ മാഷാ അല്ലാഹ് ഞാൻ കല്യാണം കഴിഞ്ഞുകൊണ്ടാണ് ഇത്ര ഫ്രീ ആയിട്ട് ഞാൻ എല്ലായിടത്തും പോകണതും ഒക്കെ. കാരണം അജു ഒരാളുടെ ഒരു വാക്കിൻ്റെ പുറത്താണ്. അജുവിന് അത്രയും സപ്പോർട്ടുള്ളതുകൊണ്ടാണ് ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് ട്രാവൽ ചെയ്യണതും ഞാൻ ഇത്രയും ഫ്രീ ആയിട്ട് ഇവരുടെയൊക്കെ ഒപ്പം പോകണതും. അപ്പോൾ അത് ഞാൻ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യില്ല ഞാൻ കല്യാണം കഴിച്ചതിൽ. കാരണം ഞാൻ പറഞ്ഞല്ലോ ഓൾറെഡി, ദാറ്റ് വാസ് ദി ബെസ്റ്റ് ഡിസിഷൻ ദാറ്റ് ഐ ടോക്ക്. എന്തൊക്കെ പ്രശ്നം വന്നിട്ടും ഞാനിപ്പോഴും ഇങ്ങനെ ഹാപ്പി ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ അതിനൊരാൾ അവിടെ ഇരിക്കണോണ്ടാണ്. പിന്നെ സെക്കൻഡ് തിങ് യു വുഡ് നെവർ റിഗ്രറ്റ് ഇൻ യുവർ ലൈഫ് വുഡ് ബി വാട്ട്? പറയാറില്ല. ജീവിതം അങ്ങനെ, ലൈഫ് അങ്ങനെയാണ്.
ചിലപ്പോൾ ചിലത് നടക്കും. ഇപ്പം എന്നോട് ഞാൻ എന്തെങ്കിലും കാര്യത്തിൽ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ ഇല്ല. ഞാൻ അങ്ങനെ ഒന്നിലും റിഗ്രറ്റ് ചെയ്യുന്നില്ല ചെയ്ത കാര്യത്തിൽ. എനിക്ക് അങ്ങനെ ഓർമ്മ വരുന്നില്ല പെട്ടെന്ന് മനസ്സിലേക്ക്. അൽഹംദുലില്ലാ അടിപൊളിയാണ്. പിന്നെ നിങ്ങൾ കാണുന്ന പോലെ അടിപൊളി ലൈഫ് മാത്രമല്ല നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നത്, നല്ല കാര്യങ്ങൾ മാത്രമേ നമ്മൾ കാണിക്കുന്നുള്ളൂ. ഇതൊക്കെ എല്ലാ ഇൻഫ്ലുവൻസേഴ്സും, ഞങ്ങൾ ഇൻഫ്ലുവൻസേഴ്സ് ആണെന്നല്ല, ഇതൊക്കെ എല്ലാം ഇതുപോലെ പബ്ലിക് പ്ലാറ്റ്ഫോംസിൽ നിൽക്കുന്ന ആൾക്കാരും പറയണതാണ്. എങ്ങനെയുണ്ട് ലൈഫ് എന്നൊക്കെ. നമ്മൾ ഗുഡ് തിങ്സ് മാത്രമേ കാണിക്കുന്നുള്ളൂ, ബാഡ് തിങ്സ് നമ്മളെ ലൈഫിലെ വിഷമങ്ങളൊന്നും നിങ്ങളെ കാണിക്കുന്നില്ല. ഒരുപാട് സ്ട്രഗിൾസ് ഉണ്ട് ഇതിൻ്റെ പിന്നിൽ. ഒരുപാട് വഴക്കുകളും പ്രശ്നങ്ങളും സങ്കടങ്ങളൊക്കെ നമുക്ക് ഉണ്ട്. അത് നിങ്ങൾ കാണാത്തതുകൊണ്ടാണ്. നിങ്ങൾ വിചാരിക്കുമോ എന്ത് ലൈഫാണ് ഇവരൊക്കെ ഇങ്ങനെ കറങ്ങി നടക്കുകയാണ്, അവിടെ പോയി ഇവിടെ പോകാമെന്നൊക്കെ. അതൊക്കെ ഉണ്ട്. അൽഹംദുലില്ലാ നമ്മൾ സന്തോഷത്തിൽ പോകുന്നുണ്ട്. എങ്കിലും സങ്കടം ഇല്ല എന്നല്ല, എപ്പോഴും പ്രശ്നങ്ങളും വഴക്കുകളൊക്കെ നമ്മളെ ഇടയിലുണ്ട്. അതൊക്കെ നമ്മളിങ്ങനെ പൊരുത്തപ്പെട്ട് ഇങ്ങനെ പോവുകയാണ്, അത്ര തന്നെ. പറഞ്ഞു മാരീഡ് ആണോ? ഞാൻ മാരീഡ് ആണോ? ഞാൻ മാരീഡ് അല്ല. എൻ്റെ ഇവളെ എൻ്റെ ഭർത്താനം സുഖല്ലേ? എന്നിട്ട് കലിപ്പ് അതാ ചലക്കണത്ത് മനസ്സിലാവുന്നില്ല. സോ ഇത്രയൊക്കെ ഉള്ളൂ. ഇപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഇനിയിപ്പോൾ കൂടുതൽ നോക്കിയാൽ, കാരണം ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ സ്റ്റോറി ഡിലീറ്റ് ചെയ്യാല്ലേ, പിന്നെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയാണ് നമ്മൾ ചെറിയൊരു Q&A. അപ്പോൾ ഇനി ബാക്കി വിശേഷങ്ങളൊക്കെ നമ്മൾ വരും Q&Aയിൽ ചെയ്യാം. അപ്പം താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഒരു പാട്ടോടുകൂടി നിർത്തണോ? ഏതാ? പെരുന്നാൾ നിലാവ് കൊണ്ടൊരു മാൽ തീർത്ത സൈനബ, ഞാൻ അരളിമാല നിനക്കു വേണ്ടി കോർത്തെടുത്തല്ലോ. പെരുന്നാൾ നിലാവ് കൊണ്ടൊരു മാൽ തീർത്ത കൈകളാൽ ഞാൻ അരളിമാല നിനക്കു വേണ്ടി കോർത്തെടുത്തല്ലോ. ഇനി താരകങ്ങളെ തിരുസാക്ഷിയാക്കി ഞാൻ നിന്നെ ഇന്നു സ്വന്തമാക്കുമെൻ്റെ സൈനബ. ഓ സൈനബ സൈനബ സൈനബ, ഓ സൈനബ അഴകുള്ള സൈനബ, ഇളമാൻ കിടാവ് പോലെ വന്നതെന്തിനാണു നീ? താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വ്ളോഗ്. അപ്പം ഞങ്ങൾക്കൊരു സേഫ് ജേർണി വിഷ് ചെയ്യൂ എല്ലാവരും. നമ്മൾ നാട്ടിൽ ചെല്ലട്ടെ. താങ്ക് യു സോ മച്ച്. സീ യു ഓൾ ഇൻ ദ നെക്സ്റ്റ് വീഡിയോ. അൺടിൽ ദെൻ ബൈ ബൈ. ഓ